ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനോട് വാങ്ങരുതെന്ന് പറഞ്ഞു, വെനസ്വേലയോട് വാങ്ങരുത്. ഇതേ ഡൊണാൾഡ് ട്രംപ് എന്നല്ലേ പറഞ്ഞ റഷ്യയോട് വാങ്ങരുതെന്ന്. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇന്നും നമ്മൾ കഴിഞ്ഞ മാസത്തെ ഏറ്റവും വലിയ ഓയിൽ ബിൽ എന്ന് പറയുന്നത്, റഷ്യയുടെ ഓയിൽ ബിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്. റഷ്യയുടേതാണ്, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുകയാണ് കണ്ണുരുട്ടുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ നിർത്തിയോ? ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏതാണോ ഫീസിബിൾ ആയിട്ട്. പക്ഷേ ആദ്യം യുവരാജ് ഗോകുലിലേക്കാണ് പോകുന്നത്. കാരണം ഈ വിഷയം വന്നതിന് ശേഷം, ഇങ്ങനെ ഒരു കരാറുണ്ട് എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം പ്രതികരിച്ച ബി.ജെ.പി. നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ വൈകാതെ വ്യക്തത ഉണ്ടാകുമെന്നും 1 ദിവസമോ 2 ദിവസമോ കാത്തിരിക്കാനും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടി അല്ലെങ്കിൽ നന്ദി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തും എന്ന് തന്നെയായിരുന്നു. ഇന്ന് ഈ ഏതാണ്ട് 5 മണി വരെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നത് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴും വ്യക്തതയില്ല, സുതാര്യതയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹർഷൻ, ഇപ്പൊ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽസ് എന്നുള്ള രീതിയിൽ സൈൻ ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രി വന്നിട്ട് സഭയിൽ നിന്നിട്ട് പ്രസംഗിക്കുകയാണോ ചെയ്തത്? എന്താണ് ആ ഡീൽ എന്നുള്ള കാര്യം? 2 ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ തമ്മിൽ ട്രേഡ് ഡീൽസ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സുതാര്യത ഉണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഗൗരവവും ഉണ്ടാവും. അതിന്റെ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ 2 പേരും കൂടി സംയുക്തമായിട്ടാണ്, 2 രാജ്യങ്ങളും കൂടി സംയുക്തമായിട്ടാണ് ആ ഡീൽ എന്താണ് എന്നുള്ള കാര്യം ലോകത്തോട് പറയുക. ഇത്രയും കാലവും ഞാൻ കണ്ടിട്ടുള്ളത് അത്തരത്തിലാണ് എല്ലാ ഡീലുകളും തമ്മിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഏകപക്ഷീയമായിട്ട് വന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്. പകരം 2 രാജ്യങ്ങളോട് കൂടി 2 രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ചിലപ്പോൾ ഉദ്യോഗസ്ഥരായിരിക്കും, ചിലപ്പോൾ മന്ത്രിതലത്തിലുള്ള ആൾക്കാരായിരിക്കും, അവർ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി 2 പേരും കൂടി വന്ന് സംയുക്തമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതാണ് ഈ കാലയളവ് വരെയും കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും തന്നെ ഇന്ന് പാർലമെന്റിന്റെ അകത്ത് പ്രധാനമന്ത്രി ആ തരത്തിൽ പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്? അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് എന്തൊക്കെയാണോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകേണ്ടത് ആ ക്ലാരിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും പലരുടെ ആശങ്ക, ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യുഎസിന് മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല എന്നും അതിനകത്ത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് പരിപൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യവും പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പലതും പറയും. ഇപ്പോൾ ട്രംപ് എത്രയോ തവണ പറഞ്ഞു. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ എല്ലാ മാസത്തിലും 1 എന്നുള്ള കണക്കിനകത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ വാർത്തകളുണ്ട്. എല്ലാ മാസവും ഒരു തവണയെങ്കിലും ട്രംപ് പറയുന്നുണ്ട്. എന്ന് കരുതിയിട്ട് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ട്രംപ് പലതും പറയും. അതിനകത്തൊന്നും നമ്മൾ പോയി തലവെക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ട്രേഡ് ഡീൽ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അത് വ്യക്തമാക്കപ്പെടേണ്ട സമയത്ത്, വ്യക്തമാക്കേണ്ട സ്ഥലത്ത്, വ്യക്തമാക്കപ്പെടേണ്ടുന്ന വേദിയിൽ അത് വ്യക്തമാക്കപ്പെടുക തന്നെ ചെയ്യും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സീസ് ഫയർ അത് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നും സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ആളുകൾ മുഴുവൻ സീസ് ഫയർ കേൾക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ്. അത് തന്നെയാണ് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഗോകുൽ പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കരാറുകളിൽ വളരെ കൃത്യമായിരുന്നു കാര്യങ്ങൾ. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയൊക്കെ ഇരുന്നുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടാണ് ആ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെ കുറിച്ചും അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ ആളുകൾ പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രതികരിക്കാനുള്ള എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അത് തന്നെയാണല്ലോ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു ചർച്ച നടക്കുന്നതെങ്കിൽ, ഇതുപോലൊരു ട്രീറ്റിയോ അല്ലെങ്കിൽ കരാറോ ട്രേഡോ അങ്ങനെ ഇതുമായി എന്തെങ്കിലും ഒരു വിദേശ രാജ്യവുമായിട്ട് ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ അത് പാർലമെന്റ് ചർച്ച ചെയ്താൽ എന്താ? ഇത് കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ സഭയിൽ വെച്ചു എന്ന് പറയുന്നതിൽ പോലും കൃത്യമായിട്ട് ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും സഭാംഗങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്കല്ല പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുമായിട്ടുള്ള കരാർ ഞങ്ങൾ ഒപ്പിട്ടു. ഈ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ തീരുവ 25-ൽ നിന്ന് 18-നെ കുറിച്ച് കുറച്ചത് മാത്രമല്ലല്ലോ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ തീരുവ 0 ആണ്, പൂജ്യമാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തേ മോഡി മിണ്ടാത്തത്? നവംബർ 1-നാണ് ചൈനയുമായുള്ള കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ഫാക്ട് ഷീറ്റ് ആയാലും എക്സിക്യൂട്ടീവ് ഓർഡറുകളായാലും അതിന്റെ ശതമാന കണക്കുകളായാലും എല്ലാം സമ്പൂർണ്ണമായി തന്നെയാണ് പുറത്തു വരുന്നത് ഇരു രാജ്യങ്ങളിലേക്കും. ഇപ്പൊ ചൈനയുമായാണ് കരാർ ഉണ്ടാകുന്നതെങ്കിൽ ചൈനയിലെ ജനങ്ങൾ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയിലും അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഞാൻ ഈ താരതമ്യത്തിൽ ഇതിപ്പോൾ ഞാനായിട്ട് താരതമ്യം ചെയ്യാൻ തീരുമാനിച്ചതല്ല.
ഈ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യൂ എന്ന് BJP പറഞ്ഞതുകൊണ്ട് ഞാനിത് ചോദിക്കുകയാണ്. അല്ല, BJP അങ്ങനെ പറയുന്നതിനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലേക്ക് വളരെ ഞാൻ വ്യക്തമായിട്ട് തന്നെ വരാം. ഇവിടെ ശ്രീമതി വിദ്യ പറഞ്ഞെടുത്ത് തന്നെ ഞാൻ തുടങ്ങി. ശ്രീ VP മുസ്തഫയിലേക്ക് വന്ന് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. ഒന്ന്, വിദ്യ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ മാത്രമല്ല മാഡം പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വലിയ തരത്തിലുള്ള ബിസിനസ് ഓഫറുകൾ ഞാൻ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തലത്തിൽ പറഞ്ഞു. എന്തായിരുന്നു ബിസിനസ് ഓഫർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് നമ്മൾ കണ്ടോ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ രണ്ടാം ടൈമിൽ വന്നതിന് ശേഷം പെരുമാറുന്നത് ഏത് തരത്തിലാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല യുവരാജ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വിഷയം ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പറഞ്ഞോട്ടെ, ശരി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഭാഗികമായി എന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, ശരിയുടെ അംശങ്ങളുണ്ടോ? ഈ ശരിയുടെ അംശങ്ങൾ ഉള്ളത് കൊണ്ട് അത് മുഴുവൻ ശരിയാണ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ശരി എന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് സംസാരിച്ചിട്ടുണ്ടാകും. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. സീസ് ഫയറിന്റെ കാര്യത്തെ കുറിച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് സീസ് ഫയർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കാമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ മീഡിയേഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടോ? പക്ഷേ എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യ ചാടി കയറിയിട്ട് ഞങ്ങളാണ് മീഡിയേഷൻ നടത്തിയതെന്ന് നരേന്ദ്രമോദി ലോകത്തിന്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഉത്തരവാദിത്വ ബോധമുള്ള പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇത്തരത്തിലുള്ള എത്രയോ ഇടപെടലുകൾ ലോകത്ത് നടത്തുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്രയോ അധികം രാജ്യം, ഈവൻ ചൈനീസ് പ്രസിഡന്റ് പോലും എത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടാവും. നോക്കൂ, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടുള്ള രാഷ്ട്രതലവന്മാർ ചെയ്യേണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് സെക്കൻഡ് ടൈമിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയി പാകിസ്ഥാനെ തെറി പറയുന്നത് കണ്ടു. നിങ്ങളെ ഞാൻ കുറെ സഹായിച്ചു, എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും വലിയ വിലയൊന്നും കിട്ടുന്നില്ല, നോബൽ പ്രൈസ് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ പാകിസ്ഥാനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പലതും പറയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതിനിപ്പോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അതേ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്ന് താഴെ കളിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യം ഇന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതിന് സമ്മതിച്ചു എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണം അവിടെ സംഭവിച്ചിട്ടുണ്ടാകണം. ഞാൻ എന്റെ ഒരു സംശയം മാത്രം ചേർത്ത് വെക്കുന്നുള്ളൂ. അതായത് നേരത്തെ ഈ പറഞ്ഞ വിദ്യാബാലകൃഷ്ണൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഒരു ഡീൽ ഉണ്ടാകും എന്ന് പറയുന്നത് ഈ ഡീലിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഒരു വർഷമായി നടക്കുന്ന ചർച്ചയ്ക്ക് ഒടുവിൽ സംഭവിക്കുന്ന ഡീലാണിത്. അത് ഈ ഡീൽ തന്നെയാണ്. ആ കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമല്ലേ? അല്ല, അങ്ങനെയല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഡൊണാൾഡ് ട്രംപ് 2024 അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ VP മുസ്തഫ പറഞ്ഞതിനകത്തോടുകൂടി ഞാൻ വരികയാണ്. 4% മുതൽ 8% വരെയായിരുന്നു താരിഫ്. എത്രയായിരുന്നു ബാക്കി രാജ്യങ്ങളിലേക്കുള്ള താരിഫ്? എല്ലായിടത്തെയും താരിഫുകളെ അദ്ദേഹം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയും അദ്ദേഹം തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഞാൻ ഇന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് താരിഫ് എന്നാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ് എന്നാണ് അദ്ദേഹം താരിഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം തോന്നുന്ന പോലെ താരിഫ് കൂട്ടുന്നു, താരിഫ് കുറയ്ക്കുന്നു, മറ്റെന്തൊക്കെയോ ചെയ്യുന്നു. നോക്കുക, അമേരിക്ക ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ക്രെഡിബിലിറ്റി ബിസിനസ് രംഗത്ത് ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അമേരിക്ക താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പലരുമായിട്ടും കരാറുകൾ ഞാൻ വരാം വിദ്യ, ഞാൻ വരാം. അതായത് ഈ വെനിസ്വേലയുമായിട്ട് നമുക്ക് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. നമ്മളിതാ അവിടെ നിന്ന് എണ്ണ വാങ്ങും എന്നുള്ള സൂചന വളരെ കൃത്യമായി ഇപ്പൊ സർക്കാർ നൽകി കഴിഞ്ഞു. പക്ഷേ നമ്മൾ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. വാങ്ങൽ നിർത്തിയത് എപ്പോഴാണ്? അത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്. അത് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോ അമേരിക്കയുടെ ഇടപെടലൊന്നും നമ്മളങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അമേരിക്ക ഇടപെടുമ്പോൾ യഥാസമയം നമ്മൾ അതിനനുസരിച്ച് അതിന് വഴിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ എന്താ പറ്റിയത്? അമേരിക്ക ഇടപെട്ടപ്പോൾ നമ്മൾ അത് നിർത്തി. അപ്പോൾ പൂർണ്ണമായും അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ യുവരാജ്? പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മാത്രമല്ല, ലോകത്ത് ഒരു രാജ്യത്തിനും ആ തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം രണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് ഡീൽ ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്, മറ്റൊരാളുടെ ഇൻട്രസ്റ്റിനും പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതൊരു ട്രേഡ് ഡീൽ ആവുക. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്താർക്കും തന്നെ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനോട്ട് വാങ്ങരുതെന്ന് പറഞ്ഞു, വെനസ്വേലയോട് വാങ്ങരുത്. ഇതേ ഡൊണാൾഡ് ട്രംപ് എന്നല്ലേ പറഞ്ഞ റഷ്യയോട് വാങ്ങരുതെന്ന്. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇന്നും നമ്മൾ കഴിഞ്ഞ മാസത്തെ ഏറ്റവും വലിയ ഓയിൽ ബിൽ എന്ന് പറയുന്നത്, റഷ്യയുടെ ഓയിൽ ബിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്. റഷ്യയുടേതാണ്, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുകയാണ് കണ്ണുരുട്ടുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ നിർത്തിയോ? ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏതാണോ ഫീസിബിൾ വൈറ്റ് ഹൗസിന്റെ വക്താവ് പറയുന്നത് എന്താണ്? കാർഷിക മേഖലയിലടക്കം
വാഹന മേഖലയിലടക്കം എന്താണ് ഇന്ത്യയിലേക്ക് ഈ വിപണി തുറന്നു കിട്ടിയിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ അവരുടെ കൃഷി സെക്രട്ടറി പറയുന്നത് എന്താണ്, ഇന്ത്യൻ വിപണി ഇതാ അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ സർക്കാർ അത് നിഷേധിക്കുകയാണ്. നമ്മൾ ആ വ്യക്തിയിലേക്ക് ചുരുക്കണ്ട, ആ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ ഹർഷൻ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹർഷൻ. അവരുടെ താല്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഭരണകൂടം പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അമേരിക്ക ഏറ്റവും കാര്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ്. ആ ഭരണകൂടം അവരെ പറ്റിക്കാന്നാണോ? നോക്കൂ, ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റിനെ കുറിച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റ് എന്തൊക്കെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് തന്നെ വലിയ ധാരണയില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ബിസിനസ് എന്ന് പറയുന്നത് ടോട്ടലി അസ്ഥിരമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം US എന്ന് പറയുന്നത് വേൾഡ് പവറാണ്. ഡോളറിലാണ് ഈ പറയുന്ന മുഴുവൻ ട്രാൻസാക്ഷനും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നല്ലൊരു ശതമാനവും ഡോളറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസിന്റെ മേലെ അവർക്ക് അത്രയും വലിയൊരു ക്ലച്ച് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാജ്യം ഇങ്ങനെ അസ്ഥിരമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ലോങ് ടൈമിൽ ഒരു കാലത്തും ആ രാജ്യത്തിന് കാരണം എങ്ങനെയാണ് ഇത്തരത്തിൽ ഓരോ സമയത്ത് ഓരോ മട്ടിൽ പെരുമാറുന്ന ഒരു രാഷ്ട്ര നേതാവിനോട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിലനിൽക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതൊരു പ്രശ്നമാണ്. പല രാജ്യങ്ങളും പലതരത്തിലാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡീൽ ഉണ്ടാക്കുക എന്നതാണ് രാജ്യത്തിന് മികച്ചത് എന്ന് കരുതുകയെ തൽക്കാലം സാധ്യമുള്ളൂ. ഇപ്പൊ പീയൂഷ് ഗോയലിനോട് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി നിർത്തുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഉത്തരവും വെനിസ്വലയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഇതുവരെ തന്നിട്ടില്ല. വളരെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പിൽ ബലി അഴിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കൊടുക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ യുവരാജ് ഇപ്പൊ മോഡിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ BJP നേതൃത്വം അറിയണ്ട. കാരണം അദ്ദേഹത്തിന്റെ BJPയിലെ രാഷ്ട്രീയ ഭാവി ചിലപ്പോ ഇല്ലാതായി പോകും. ഇന്ത്യ US വ്യാപാര കരാർ ഒപ്പിട്ടതിന് പിറകെ ആദ്യം ആ വിവരം ലോകത്തോട് പറയുന്നത് ട്രംപാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹമാണ് പറയുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ടു പിറകെ ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നു എക്സിൽ. എന്താ നരേന്ദ്രമോദി ട്രംപിനെ കുറിച്ച് അതിൽ പറയുന്നത്? ഇങ്ങനെ 25% നിന്ന് 18% ചുങ്കം കുറച്ചു വന്നതിന് 140 കോടി ജനങ്ങളുടെ പേര് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന്റെ വ്യക്തിത്വത്തെ എതിരാജ് പറഞ്ഞതുപോലെയല്ല മോഡി വിശേഷിപ്പിക്കുന്നത്. മോഡി പറയുന്നത് എന്താ? ആഗോള സമാധാനത്തിനും സ്ഥിരതക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. എപ്പോ 2 ദിവസം മുമ്പ് ഈ 3-ാം തീയതി ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഇട്ട എക്സ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാ: ആഗോള സമാധാനത്തിനും സ്ഥിരതക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. അവിടെ എതിരാജെ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ട്രംപിനെ കുറിച്ച് മഹാനായ നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നത്. അവിടെ എതിരാജ് പറഞ്ഞ പോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എതിരാജ് മോഡിയെ കുറിച്ച് BJPയുടെ നേതൃത്വം അറിയാൻ നിൽക്കണ്ട. അത്രയും സോറി, യുവരാജ് പറഞ്ഞ ഈ കമന്റ്സ് ഒന്നും BJP നേതൃത്വം അറിയാൻ നിൽക്കണ്ട. അത്രയേറെ സാഹചര്യമാണ്. നമ്മുടെ മുന്നിലെ പ്രശ്നം എന്താ? ഏകപക്ഷീയമായിട്ട് ഇന്ത്യയുടെ നയങ്ങൾ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന്റെ അധികാരി പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ പറയുന്നു ബൈലാറ്ററൽ ഡിസ്കഷൻ ഒരു വർഷത്തിലധികമായില്ലേ നടക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലും നയതന്ത്ര തലത്തിലുമെല്ലാം ഇന്ത്യ US ഈ ഫ്രീ ട്രേഡ് കരാറിനെ കുറിച്ചുള്ള ചർച്ച ഒരു വർഷത്തിലധികമായി നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഒപ്പിടൽ നീണ്ടുപോയത്? അവിടെ പാകിസ്ഥാൻ ഒരു പ്രശ്നമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം അവസാനിപ്പിച്ചത്, പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തെ ഇന്ത്യ പ്രതിരോധിച്ചത്, ആ യുദ്ധം ഒഴിവാക്കിയത് താനാണ് എന്ന ട്രംപിന്റെ അവകാശവാദം അതിന് വേണ്ടത്ര എൻഡോഴ്സ് ചെയ്തില്ല. അതൊരു വസ്തുതയാണ്. പക്ഷെ അതിനെ നിഷേധിച്ചുമില്ല. എപ്പോഴെങ്കിലും ട്രംപ് പറയുന്നത് ശരിയല്ല, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീർക്കുന്നതിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഒരു നിഷേധ പ്രസ്താവനയും ഉണ്ടായിട്ടില്ല. ആത്മാഭിമാനത്തെ തുടർന്ന തരത്തിലാണോ ഈ കരാറിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ള സംശയം ഉയർന്നത് എന്തുകൊണ്ടാ? അതായത് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, വ്യക്തമാണ്. ട്രംപ് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കും. എന്തിനാണ്? ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഇന്ത്യയുടെ മറുപടി എന്താണ്? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മറുപടി എന്താണ്? ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ്. നമ്മൾ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ തീരുമാനത്തിനനുസരിച്ചാണോ നമ്മൾ ചലിക്കുന്നത് എന്നുള്ള സംശയം ഉയർന്നത്. സംശയം മാത്രമല്ല, ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന മുഴുവൻ പ്രതികരണങ്ങളും ട്രംപിന്റെ പ്രതികരണമല്ല, അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളും അതിനൊപ്പിച്ചുള്ളതാണ് എന്നതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ അപമാനിതരായി എന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ട് ഓരോ പൗരനും ഉണ്ടാവില്ലേ?
അങ്ങനെ ഒരു ബോധം പൗരന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റ് കമ്പനിയിൽ ഇടിഞ്ഞു കുത്തേണ്ടതാണ്. പകരം അത് വേറൊരു കാര്യമുണ്ട്. ഈ ട്രേഡ് ഡീൽ ആർക്ക് ഗുണം ചെയ്തു എന്നത് നോക്കിയാൽ ഇന്ത്യൻ പോർട്ടുകളുടെ ഉടമകൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയല്ലേ യുവരാജ്? ഞാനത് ഇടപെട്ട് പറഞ്ഞില്ല. യുവരാജ് പറഞ്ഞോ, ഞാൻ വേറെ ഇടപെടില്ല. യുവരാജ് പറഞ്ഞു. അല്ല, ഇന്ത്യൻ പോർട്ടിൽ നിന്ന് നമുക്ക് തിരമാലകൾ കയറ്റി അയക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലുള്ള പ്രോഡക്റ്റുകൾ കയറ്റി അയക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അല്ലേ സാധിക്കുള്ളൂ. വ്യവസായികൾക്ക് ഗുണം ചെയ്യുന്നോണ്ടല്ലേ നമ്മളെല്ലാവരും ഷെയർ മാർക്കറ്റിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഷെയർ മാർക്കറ്റിൽ എല്ലാ കമ്പനികളുടെയും ഷെയർ കൂടുകയും സ്വാഭാവികമായിട്ട് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രമല്ലല്ലോ കൂടിയിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ കമ്പനികളുടെയും ഷെയർ ട്രേഡിങ്ങിനകത്ത് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് അത് പോർട്ടിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ VPP മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ എന്തോ BJP പുറത്താക്കും, ഞാൻ ട്രംപിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. ശ്രീ VPP മുസ്തഫ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില ഭാഷകളുണ്ട്. ആ തരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നിലവാരത്തിലേക്ക് കൂടി ഇറങ്ങി വന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ടുന്ന ഒന്നാണ്. എന്താണ് ഒരു ബൈലാറ്ററൽ ഡീൽ എന്നും അതിന്റെ പ്രഖ്യാപനങ്ങൾ പാർലമെന്റിനകത്തല്ല ഉണ്ടാകുന്നതെന്നും വർഷങ്ങളായിട്ട് രാജ്യം ഭരിച്ച ആൾക്കാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡിന്റെ കാര്യങ്ങൾ ആദ്യം പാർലമെന്റിനകത്തല്ലല്ലോ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഒരുമിച്ച് സംസാരിക്കുന്ന ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് വീണ്ടും റീഐട്രേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ അങ്ങനെ അല്ലാതെ പ്രതിപക്ഷം പെരുമാറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതിനകത്ത് അല്പം അതിര് കടന്ന് തന്നെ സംസാരിക്കേണ്ടി വരും. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ലോക സമാധാനത്തിന് ട്രംപ് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിലെ ജനങ്ങളെല്ലാം നാട്ടിലിറങ്ങി റോഡിലിറങ്ങി നിന്ന് ആഘോഷിക്കുന്നത് കാണുമ്പോൾ അവിടെ സമാധാനം വന്നു, സന്തോഷം വന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനാണ്? വെനസ്വേലയിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം റോഡിൽ ഇറങ്ങി നിന്ന് പൊട്ടിച്ചിരിക്കുകയും ആഘോഷിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സമാധാനം വന്നുണ്ടല്ലേ? നാളെ ഉത്തര കൊറിയയിലെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയാലും ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിരിക്കുന്നതോടുകൂടി കിട്ടുന്നു എന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം വന്നതാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇനി 17-ാം തീയതി ഒക്ടോബർ 2025 മണി കൺട്രോളിലെ വാർത്തയാണ്. ഡൊണാൾഡ് ട്രംപ് റീഐട്രേറ്റ്സ് ക്ലെയിം ദാറ്റ് ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. സി ന്യൂസ് 2 ഓഗസ്റ്റ് 2025 വാർത്തയാണ്. ട്രംപ് സേസ് ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. ഇദ്ദേഹം ഇത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2026 ജനുവരിയിൽ ഇദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ എന്നുള്ള കാര്യം. കംപ്ലീറ്റ് ചെയ്യട്ടെ ഹർഷ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇന്ത്യ അനന്തകാലത്തേക്ക് ആർക്കെങ്കിലും ഞങ്ങൾ ഇന്ന സാധനം ഉള്ള കാലം മുഴുവൻ നിങ്ങളെ തന്നെ വാങ്ങിക്കൊള്ളാം എന്ന് കരാർ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യക്ക് എന്താണോ ആ സമയത്ത് ലാഭകരമായിട്ടുള്ളത് അതിൽ നിന്ന് വാങ്ങും. തീർച്ചയാണ് അതിനകത്ത് എന്താ ഇത്ര വലിയ ആനക്കാര്യം ഇരിക്കുന്നതെന്ന്? ഇന്ത്യക്ക് ഇന്ന് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇന്നലെ വരെ ലാഭം തോന്നിയാൽ അവിടെ നിന്ന് വാങ്ങും. മറ്റു പല ഫാക്ടറികളും കൂടി കണക്കിലാക്കുമ്പോൾ വെനസ്വേലയിൽ നിന്നാണ് വാങ്ങുന്നതാണ് ലാഭം എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയായിരിക്കും വാങ്ങുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ പറയുന്ന ഒരു കാര്യം ഫാക്ച്വലി തെറ്റാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഓഫർ ചെയ്തു, ആ ഓഫർ ചെയ്തതിന്റെ പുറത്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഡീൽ എന്നാണ് പറയുന്നത്. ഹർഷൻ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ട് 1 വർഷമായി നടക്കുന്ന ട്രേഡ് ഡീലാണ് അല്ലെങ്കിൽ ചർച്ചകളാണ് എന്നുള്ള കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ എപ്പോഴാണ് നടന്നത്? കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ജനുവരി എൻഡ് ഫെബ്രുവരി ബിഗിനിങ് ആണ്. അതായത് ഇനിയും 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരിയിൽ മെയ്യിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകും എന്നറിഞ്ഞ്, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിക്കുമെന്നറിഞ്ഞ്, ആ സമയത്ത് കുറെ ഓഫർ വെക്കുമെന്നറിഞ്ഞ് 1 വർഷം മുമ്പേ നമ്മൾ ചർച്ച തുടങ്ങിയതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 1 വർഷം മുമ്പേ നമ്മൾ ചർച്ച, അപ്പൊ അന്ന് മുതൽ നടക്കുന്ന ചർച്ചകളുണ്ട്. ആ ചർച്ചകൾക്കകത്ത് പല ഫാക്ടറുകളും ഉണ്ടാവുന്നേ. ആ പല ഫാക്ടറുകൾ 2 രാജ്യങ്ങളുടെയും ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുള്ളൂ. ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ കയറിയത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ വെച്ചുകൊണ്ടാണ്. ഒരു മാഗ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് കുറെ ബയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പയിന് കുറെ ഫാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് സംസാരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ രാജ്യത്തെ പൊളിറ്റിക്സ് ആണ്, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, നമ്മൾ ഈ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ലോകത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല
അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡീൽ വരട്ടെ. വരുന്ന സമയത്ത് ആ പേപ്പർ ഇതിപ്പം നിന്ന് പാർലമെന്റിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തേക്ക് ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സംയുക്തമായിട്ട് ആ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് ലോകത്തോട് അവതരിപ്പിക്കുന്ന ഒരു ദിവസം വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കൂ. അപ്പൊ നമുക്കറിയാലോ രണ്ടുപേരും തമ്മിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് എന്താണ് നമുക്ക് എന്താണ് ഗെയിൻ ഉണ്ടാകുന്നത്, അവർക്ക് എന്താണ് ഗെയിൻ ഉണ്ടാകുന്നത്, നമുക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടോ, തീർച്ചയായിട്ടും അറിയാലോ. എല്ലാ ട്രേഡ് ഡീലും ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടന്നിരിക്കുന്ന ട്രേഡ് ഡീലായാലും ശരി, ഇപ്പൊ ചൈനയായിട്ട് നടക്കുന്ന ഡീലായാലും ശരി, അതിനകത്ത് രണ്ട് ഭാഗം ഉണ്ടാകുന്നത്. നമുക്ക് ഒരുപാട് ഗെയിനും ഉണ്ടാവും, നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അതിനെ നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് 2025 ശരിയാണ്, 2025 ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെയാണ് ഈ ട്രേഡ് ഡീൽ ആരംഭിക്കുന്നത്, ചർച്ച ആരംഭിക്കുന്നത്. ആ ട്രേഡ് ഡീലിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവർക്ക് ചില ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. ആ നിലയ്ക്കാണല്ലോ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ്, ശരിയായി തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ യുവരാജ് പറഞ്ഞ പോലെയല്ല, നമ്മളിപ്പോ ആവശ്യപ്പെട്ടത് ഏതാ? ഒപ്പിട്ട് കഴിഞ്ഞ് പുറത്തു വന്ന കരാറിന്റെ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞത് യുവരാജ് പറയുന്നത് പോലെ നിങ്ങൾ ഒരു വർഷമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യവും വെളിപ്പെടുത്തിയില്ല, ഡിസ്ക്ലോസ് ചെയ്തില്ല. പോട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ പറഞ്ഞതുപോലെ ചർച്ച നടത്തുമ്പോഴേ പാർലമെന്റിൽ പറയണ്ട. പക്ഷെ ഇപ്പോഴെന്താ കാര്യം? കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, നിലവിൽ വന്നു. അപ്പോഴാണ് പാർലമെന്റ് നടക്കുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അതിലെ ഒരു കക്ഷി അതിലെ വ്യവസ്ഥകളാകെ പരസ്യപ്പെടുത്തി കഴിഞ്ഞു. ഒരു കക്ഷി പരസ്യപ്പെടുത്തി കഴിഞ്ഞല്ലോ. എന്തേ ആ കരാറിലെ രണ്ടാമത്തെ കക്ഷിക്ക് മറ്റേ കക്ഷിക്ക് സ്വന്തം രാജ്യത്തോട്, അവിടുത്തെ ജനങ്ങളോട്, അവിടുത്തെ ജനപ്രതിനിധികളോട് ആ കരാറിന്റെ കാര്യം വെളിപ്പെടുത്താൻ കഴിയാത്തത്? ഇപ്പൊ നമ്മൾ അടുത്ത 2030 ആകുമ്പോഴേക്ക് 500 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങും എന്നുള്ള ഉറപ്പ് കൊടുത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇപ്പൊ നമ്മൾ ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യും. അതെ, $1 ബില്യൺ അത് തന്നെ. അപ്പോ അതിനകത്തുള്ള ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അത് 100 ബില്യൺ, ഞാൻ പറഞ്ഞത് ബില്യൺ, 100 ബില്യണിൽ അത് ഒതുങ്ങുകയാണ് ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ. നമ്മൾ ഈ താരതമ്യത്തിൽ നിർബന്ധിക്കുന്നത് BJP ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ താരതമ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ താരതമ്യത്തിൽ നമ്മൾ പിന്നിലാണ്. അത് മാത്രമല്ല, ഇത് എന്താണ് ഈ ഒരു രാജ്യത്തിന്റെ, ഈ ഇന്ത്യയുടെ ആകെ ബജറ്റിന്റെ, ഒരു വാർഷിക ബജറ്റിന്റെ ഏതാണ്ട് 80% മേൽ വരുന്ന ഒരു തുകയ്ക്കാണ് നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങുമെന്ന് പറയുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം, താരതമ്യത്തിന് നിർബന്ധിക്കുന്നത് BJP അല്ല, പ്രതിപക്ഷമാണ്. കാരണം ട്രംപ് വന്നതിന് ശേഷം വിവിധ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള താരിഫ് വർധന, ചൈനയ്ക്കൊക്കെ 140%-ത്തിലേക്കാണ് താരിഫ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് വർദ്ധിപ്പിച്ചു, രൂപയുടെ മൂല്യം ഇടിയുന്നു. എന്താണ് സംഭവിക്കുന്നത് ട്രംപ് വന്നതിന് ശേഷം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു, താരിഫ് വിഷയത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് മോദി വന്നതിന് ശേഷം ഇങ്ങനെ എന്നുള്ള തലത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് താരതമ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ പറഞ്ഞിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്കും ഇന്ത്യ എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഇന്നലെ പാർലമെന്റിൽ ഉൾപ്പെടെ ശ്രീ പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ VP മുസ്തഫ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുകയോ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് വരെയും ട്രേഡ് ഡീൽസ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുമ്പോൾ അത് പബ്ലിക്കായിട്ട് രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് സൈൻ ചെയ്യുന്നതാണ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അമേരിക്കയുടെ ആഗ്രഹം പറയുന്നു, അമേരിക്കയുടെ താല്പര്യം പറയുന്നു, ഇന്ത്യയുടെ താല്പര്യം പറയുന്നു. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അല്ല ഇന്ത്യ അതിനകത്ത് വേറെ എന്തെങ്കിലും അതിനകത്ത് നിഷേധിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നും തന്നെ പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അതിനകത്ത് മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നത് കൊണ്ടും മാത്രം കൃത്യമായിട്ട് അദ്ദേഹം വന്നിട്ട് അഗ്രികൾച്ചറൽ സെക്ടർ നമ്മുടെ സെൻസിറ്റീവ് സെക്ടറാണ്, അതിനെ തൊട്ടിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള അഷുറൻസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതുപോലെ ചിലപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായില്ലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് മാത്രമാണോ ബാധകം? അതാണ് കുഴപ്പം. ഇത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇതെല്ലാം ഇതിങ്ങനെ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇതെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അവിടുത്തെ ഓരോ വകുപ്പിന്റെയും മന്ത്രിമാർ ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഇങ്ങനെ വാചാലരാവുകയാണ്. അപ്പൊ നമുക്ക് മാത്രം ഇത് നമ്മളാരും അറിയണ്ട, അമേരിക്കക്കാർ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാത്രമല്ല ഈ കാർഷിക മേഖലയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ആസിയാൻ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് 200 രൂപ റബ്ബറിനുണ്ടായിരുന്നത് അവിടെ നിന്ന് പിന്നെ ഈ 20 വർഷത്തിന് ഇപ്പുറവും റബ്ബറിന്റെ വില 200-ൽ കിടക്കുകയാണ്. ആ ഒരൊറ്റ കരാർ ഉണ്ടാക്കി വെച്ചിരുന്ന കുഴപ്പമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കാർഷിക മേഖല സെൻസിറ്റീവ് ആകുന്നത് അതുകൊണ്ടാണ്, ആശങ്കയുള്ളത് അതുകൊണ്ടാണ്. നമുക്ക് അമേരിക്കൻ കാർഷിക മേഖലയുമായി അങ്ങനെ പൊരുതി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. തീർച്ചയായിട്ടും ഹർഷൻ, ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരു കരാറും പരിപൂർണമായും സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അമേരിക്കയിലുള്ള പല ആൾക്കാർ പലതും വിളിച്ചു പറഞ്ഞല്ലോ. ട്രംപിന്റെ മിനിസ്ട്രി സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഇപ്പൊ ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കും എന്ന് പറയുന്നത് പോലെ അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കട്ടെന്നേ. നമ്മുടെ മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ അത്തരത്തിലുള്ള സംഗതികളില്ല എന്നുള്ള കാര്യം. നമ്മൾ എന്താണോ തത്വത്തിൽ എഗ്രി ചെയ്തിരിക്കുന്നത് ആ കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു കാര്യങ്ങളിലും ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ
അപ്പൊ വിദ്യ ചോദിച്ചു എന്താണ്, അല്ലെങ്കിൽ VP മുസ്തഫ ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചത് മനസ്സിലല്ലേ, എന്തുകൊണ്ട് മോദി ട്രംപിന് അതേപോലെ മറുപടി പറയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ട്രംപ് ഉപയോഗിക്കുന്ന അതേ ഭാഷയിൽ അതേ ശൈലിയിൽ ലോകത്തിലെ ഏത് ഉത്തരവാദിത്തപ്പെട്ട രാജ്യം മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്? ആ ഭാഷയിൽ മറുപടി പറയണ്ട. പക്ഷേ നേരത്തെ യുവരാജ് പറഞ്ഞ പോലെ ചൈനയ്ക്കെതിരെ 140 നിർത്തുകയാണ് ചൈന ചെയ്തത്. ചൈന മറുപടി മറ്റൊരു തരത്തിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഒന്ന് അടിസ്ഥാനപരമായി ഈ കാലത്ത് ഈ ഒപ്പത്തിനൊപ്പത്ത് മുട്ടി നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അങ്ങനെ ചെയ്യാൻ. അല്ലല്ല ഹർഷൻ ഞാനൊരു കാര്യം പറയട്ടെ. ചൈന എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. അവിടെ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ല നിലനിൽക്കുന്നത്. പ്രതിപക്ഷം എന്നൊരു സാധനമേ അവിടെ ഇല്ല. അവർക്ക് ഇന്ത്യയിലെ ഡോളറിന്റെ ഇതിനെതിരെ ₹1 ഇടിഞ്ഞാൽ ₹2 ഇടിഞ്ഞാൽ ഇവിടെ അറിഞ്ഞു വെച്ചുകൊണ്ട്, അതായത് ഇതാണ് ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ നടക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ നടക്കുന്ന വലിയൊരു പ്രതിപക്ഷ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ ടോട്ടൽ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഫാക്ടറായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം, ആളോഹരി വരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഫാക്ടറായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും നമുക്കറിയാം. അപ്പോൾ ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രമേ ട്രേഡ് ഡീൽ വിഷയത്തിനകത്ത് നമുക്കൊരു അയൺ ഹാൻഡ് നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യക്ക് പറ്റുന്ന തലത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പല തരത്തിലുള്ള പ്രഷറുകളും വരുന്നുണ്ട്. ആ പ്രഷറിനെ മുഴുവൻ ഓവർകം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടിരിക്കുന്നത്. ട്രംപ് ഇതുവരെയും പറഞ്ഞ ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കുന്ന തരത്തില് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ട്രംപ് എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളെ ഒന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന തലത്തിലുള്ള ഒരു പ്രതികരണവും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല, ഇനിയും ഒട്ട് വരാനും പോകുന്നില്ല. കയ്യൂക്കുള്ള കാര്യക്കാരന് വേണ്ടിയിട്ട് ഈ രാജ്യം വഴിപ്പെട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എവിടെയും വഴിപ്പെട്ടിട്ടില്ല. ഇന്ത്യ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അമേരിക്കയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ഇടപെടൽ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ അമേരിക്കയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലപാട് മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് അതേ രീതിയിൽ മറുപടി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്താണോ പറഞ്ഞത് അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള മറുപടി തന്നെയല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ വന്നിട്ടുള്ളത്. അതിലെന്താ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അപ്പം ഈ വഴിപ്പെട്ട് കൊടുത്ത് എവിടെയാണ് അംഗീകരിച്ചതെന്ന് പറഞ്ഞുതരാമോ? അല്ലല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട് വിദ്യ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പരിപൂർണമായും ശരിയാണെന്ന് എവിടെയാണ് എവിടെയാണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എവിടെയാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല എവിടെയാണ് പറഞ്ഞിട്ടില്ല. അല്ല യുവരാജ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതിനെ നിഷേധിച്ചു പറയേണ്ട. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ഇംഗ്ലീഷ് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരിക്കുന്ന ആ കാര്യം തെറ്റാണ്. ഞങ്ങൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൾപ്പെടെ ഒരു കോംപ്രമൈസിനും അമേരിക്ക റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതിൽ പീയൂഷ് ഗോയലിന്റെ മറുപടി എന്തായിരുന്നു? അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വ്യക്തതയും ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഡീലാണ് അമേരിക്കയുമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഈ രാജ്യത്ത് എന്താണ് ഇതിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് യുവരാജ് തന്നെ പറഞ്ഞല്ലോ. യുവരാജ് തന്നെ യുവരാജ് പറയുന്നതിനിടയിൽ യുവരാജ് കയ്യുള്ള കാര്യക്കാരുടെ ഈ രാജ്യം മുടക്കുന്നത് തന്നെ യുവരാജ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തലത്തിലേക്ക് വിദ്യ പറയരുത്. ഞങ്ങൾ